ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ തമ്മനയിലിൽ കണ്ട പോലെ തന്നെ നനയ്ക്കാതെയും കുളിക്കാതെ എങ്ങനെ ഇങ്ങനെ മുടി വളർത്തിയെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് കാണിച്ചു തരാൻ പോണത്. ഓൾറെഡി നമ്മളിത് 1 ഇയർ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും. നമ്മളൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഒരു 1 ഇയർ ആയിട്ടില്ല, ഏകദേശം ഒരു 1 ഇയർ അത്ര എത്തിയപ്പോൾ വളർന്ന ഒരു മുടിയുടെ ലെങ്ത്താണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ 1 ഇയർ മുമ്പ് ചെയ്ത ആ വീഡിയോ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാൻ, നിങ്ങൾ വേണ്ടവർ പോയി കണ്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സെറം പോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി പുറത്തോട്ടൊക്കെ പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, പാക്കിംഗ് കണ്ടിട്ട് ഗോൾഡ് പോലെ ഉണ്ടെങ്കിലും ഗോൾഡിനേക്കാൾ വാല്യുബിൾ ആണ് നമ്മൾ ഗേൾസിന് ഈ പ്രോഡക്റ്റ്. എവർടീൻ്റെ മെനിസ്ട്രൽ കപ്പ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് സിൽക്കൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ സേഫ് ഫോർ യൂസ് ആൻഡ് ജെന്റിൽ ഓൺ സെൻസിറ്റീവ്സ്. ഉറങ്ങുമ്പോൾ ലീക്കേജിന്റെ ടെൻഷനും വേണ്ട. ദേ ഓഫേഴ്സ് എ ലോങ് പ്രൊട്ടക്ഷൻ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് 10 ഇയേഴ്സ് വരെ നമുക്ക് ഇത് റീയൂസ് ചെയ്യാം. ക്യാഷും ലാഭം. ബട്ട് അത് മാത്രമല്ലടാ, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ എൻവയോൺമെന്റൽ വേസ്റ്റ്. പാഡ്സ് ഡിസ്പോസ് ചെയ്യാനുള്ള കഷ്ടപ്പാട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആൻഡ് മെൻസ്ട്രുവൽ നമുക്ക് ഒരു ആക്ടിവിറ്റിയും തടസ്സമല്ല. യോഗ, സ്പോർട്സ്, സ്വിമ്മിങ് എല്ലാത്തിനും കംഫർട്ടബിൾ ആണ്. ലീക്കേജും പേടിക്കേണ്ട. ഒരു തരത്തിലും സ്കിൻ ഇറിറ്റേഷനോ ഡ്രൈനസോ എനിക്കുണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം, ചെക്ക് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഒരു 4 കറയാമ്പൂ, പട്ട, പിന്നെ മറ്റേ സ്റ്റാർ ഇല്ലേ, നമ്മൾ മസാലയിലൊക്കെ ഉള്ള ഒരു സ്റ്റാർ സ്പൈസസ് ഇല്ലേ, അതും എടുക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. പനിക്കൂർക്ക ഒരു 3-4 ഇല. മറ്റേ സ്മെല്ലുള്ള തുളസി ഇല്ലേ, കൃഷ്ണ തുളസിയോ രാമ തുളസി, രണ്ടും എടുക്കാം. ഇത് സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറക്റ്റ്ലി സ്പ്രേ ചെയ്ത് പോകുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് മുടിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്മെല്ലുള്ള തുളസി എടുത്തത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പം ഞാൻ ഇത് 3 തുളസി, പനിക്കൂർക്ക, പട്ടകൾ അതെല്ലാം കൂടി ഒരു വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഇരിക്കട്ടെ, വെള്ളത്തിൽ കിടന്നൊന്ന് കുതിരട്ടെ. നെക്സ്റ്റ് ഐറ്റം ഉലുവ. ഒരു പിടി ഉലുവ എടുത്തിട്ട് സെയിം അളവിൽ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുള്ളിയും വെളുത്തുള്ളിയും. അപ്പോൾ ഇതിൻ്റെയും ജ്യൂസ് വേണം. ഇത് ഈ നീരുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ബാക്കി വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി തുളസിയുടെയും പനിക്കൂർക്കയുടെ ഒരുമിച്ചിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റേ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതയ്ക്കാം. ആ സ്പൈസസ് നന്നായിട്ട് ചതഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. പിന്നെ മിക്സിയിൽ മാക്സിമം അരയ്ക്കാതിരിക്കുക, കാരണം നമുക്ക് ആ ചൂടൊക്കെ തട്ടി നമ്മുടെ ഇതിൻ്റെ ഗുണം പോകും. അപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ ഇടിച്ചെടുക്കുക കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചേർത്ത് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്തി വെച്ച നമ്മുടെ ഉലുവ ചേർക്കണം. ചതച്ചിട്ട് അരഞ്ഞില്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുക എന്നുള്ളത് വേറെ വഴിയില്ല. പക്ഷെ മാക്സിമം ഇങ്ങനെ തന്നെ അരച്ച് നോക്കുക. പിന്നെ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഉലുവയും കൂടി ഇട്ട് അരയ്ക്കാം. ഈ വെള്ളം കളയണ്ട കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ്. നല്ല ചമ്മന്തിയുടെ മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അരച്ചെടുത്തിട്ടുണ്ട്, ഇടിച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ നന്നായിട്ട് കുതിരണം കേട്ടോ, നല്ല അരയുള്ളൂ. അപ്പം നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശക്തിയില്ലാത്ത ആരെങ്കിലോ വിളിക്കാം, ഇത് പിഴിഞ്ഞെടുക്കാം. വാ, പിഴിഞ്ഞാ ശക്തിയുള്ള ശക്തിമലം കൊണ്ട് നമുക്ക് പിഴിഞ്ഞെടുപ്പിക്കാം ഗൈസ്. വാ, ശരിക്കും ഒരു വെള്ളത്തുണിയിൽ കെട്ടി പിഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ അഴുക്കൊന്നും ആവുകയില്ല. ഇപ്പം കൈ ക്ലീൻ ആണെന്നാലും ഒരു അരിച്ച് കിട്ടും. ഇതുപോലെ കട്ടിക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടും. കമോൺ, അരിച്ചതാ. അപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ട് നെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പരിപാടി ഉണ്ട്. നമ്മൾ നേരത്തെ ആദ്യം ഉലുവ ഇട്ട് വെച്ച വെള്ളമില്ലേ, ഓവർനൈറ്റ് ഇട്ട് വെച്ച വെള്ളം, ആ വെള്ളമാണ് ഇത് കേട്ടോ. അതിലോട്ട് നമ്മളിത് അരിച്ചൊഴിക്കുക. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒഴിക്കുക. ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്പ്രേ ബോട്ടിലുള്ളവർ അങ്ങനെ ഒഴിക്കുക. എൻ്റെ ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. അരിപ്പെടുത്തോണ്ടേ. ഈ വീട്ടിൽ ചെറിയ അരിപ്പൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ അരിപ്പ വെച്ചിട്ടാണ് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ മിക്സ് ഒഴിക്കാം. വാ, അങ്ങോട്ട് വാ. ഇത് ഇതിനകത്തോട്ട് തന്നെ വീഴുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി പിഴിഞ്ഞെടുത്തതും ഉലുവേൻ്റെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ തലയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഡെയിലി ഒന്നും
കുളിക്കില്ലല്ലോ, എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഡെയിലി കുളിക്കാറില്ല. എല്ലാവരുടെയും ഹെയർ ഒരേപോലെ ആവണമെന്നില്ല, ചിലർക്ക് കുളിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ കുളിച്ച് കഴിഞ്ഞാൽ മുടിക്കത് നല്ലതല്ല. ഓരോ പ്രാവശ്യം കുളിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഊരി വരും. കുളിക്കും മീൻസ് ഉദ്ദേശിച്ചത് തല നനക്കണ കാര്യമാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഡെയിലി കുളിക്കും ഇടയ്ക്ക്. എന്നിട്ട് അപ്പോൾ തല കുളിക്കാത്ത ദിവസം, ഇപ്പോൾ 2 ദിവസമൊക്കെ തല കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബാഡ് സ്മെല്ലൊക്കെ വരുമല്ലോ വേർത്തിട്ട്. ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളിയുടെ വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും എക്സ്ട്രാ ഒന്നും ഇല്ല. ആ തുളസിയുടെയും പനിക്കൂർക്കേൻ്റെയൊക്കെ സ്മെല്ലാണ്, പിന്നെ ആ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം, ഭയങ്കരമായിട്ട് സ്പ്രേ ചെയ്ത് കുളിപ്പിച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് മുടി എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്തിട്ട് പോവാം. സ്പ്രേ ബോട്ടിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് വരട്ടാണ്. അപ്പോൾ കൈ ഇട്ട് വരട്ടുണ്ട്, നിങ്ങൾ കൈ കുറച്ച് എടുത്തിട്ട് വേണം വരട്ടാൻ, കാരണം എനിക്കിത് കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുപോകേണ്ടതാണ്. അതും ജസ്റ്റ് ഉണ്ടോ സ്കാൽപ്പിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരട്ടി കൊടുക്കുക. ആക്കിയിട്ട് കണ്ണിൽ പോയി, കണ്ണിലൊന്നും പോലെ തരിയും, കാരണം ഉള്ളിയൊക്കെ ഉള്ളതാണ്. അത് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ, ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും മുടി ഇങ്ങനെ വെറുതെ അഴിച്ചിടുക. അപ്പോൾ ഇതിനകത്ത് വെന്നാനവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിയും. നിങ്ങൾക്ക് ഹെയർ എങ്ങനെ വേണേൽ സ്റ്റൈൽ ചെയ്തിട്ട് പോവാം. നൈറ്റും ഇട്ടിട്ട് കിടന്നിട്ട് രാവിലെ പോവാം. അടിപൊളി റിസൾട്ടാണ്. 1 ഇയർ കൊണ്ടിട്ട് വളർന്നതാണ്. 1 ഇയർ ആയിട്ടില്ല വെട്ടിയിട്ട്. നിങ്ങൾക്ക് പഴയ വീഡിയോ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെയർ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ മുടി വെട്ടിയ മുതലുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നും പറയണം. ഒരു 1 മന്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. പിന്നെ ഇത് മുടി വളരാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഡാൻഡ്രഫ് ഉള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഡാൻഡ്രഫ് പിന്നെ വരില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മളിതിൻ്റെ വേസ്റ്റില്ലേ, പിഴിഞ്ഞെടുത്ത വേസ്റ്റില്ലേ, അതും ഈ ഡാൻഡ്രഫ് ഉള്ളവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇതെടുത്തിട്ട് നമ്മൾ സ്പായൊക്കെ ചെയ്യില്ലേ, തലയിൽ സ്പാ ചെയ്യണ പോലെ ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടിയിട്ടൊന്ന് കുതിർത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ച് ഒരു 5 to 15 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഡാൻഡ്രഫ് അടിപൊളിയായിട്ട് മാറും. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം മറന്നുപോയി, ഞാനിതൊരു 1 വീക്കിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കാം. ഒരു 2 days ഒക്കെ പുറത്തിരിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ ആ തണുപ്പോടെ എടുത്ത് തലയിൽ വെക്കേണ്ട, കാരണം തലയിൽ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കോൾഡൊക്കെ ഉണ്ടാക്കും. കുറച്ചൊരു 1 hour മുമ്പൊക്കെ പുറത്ത് വെച്ച് തണുപ്പൊന്ന് കുറഞ്ഞതിന് ശേഷം തലയിൽ ഉപയോഗിക്കാം. ഡെയിലി യൂസ് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. എണ്ണ കാര്യങ്ങളൊക്കെ പെരട്ടുമ്പോൾ തുമ്മൽ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെയിലി പുരട്ടണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയുക. നമ്മുടെ വീഡിയോ, നമ്മളുടെ പ്രോഡക്റ്റ് നിങ്ങൾ മറക്കണ്ട, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.